നിന്റെ ഫ്രണ്ട് അങ്ങനെ ചെയ്യുമ്പോ തടയണമെന്ന് അറിയില്ല നിനക്ക്? ഞാൻ എങ്ങനെ തടയാനാ സാറ്? അവൻ കാറി കയറിയപ്പോൾ ഞാൻ കാര്യം പറഞ്ഞേ ചെയ്തത് തെറ്റായി പോയെന്ന് അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം നടന്നോ ഉടനെ പോലീസിൽ അറിയിക്കണമെന്ന് അറിയില്ല നിനക്ക്? എന്റെ ഫ്രണ്ടിനെ പോലീസിന് അങ്ങനെ ഒറ്റ കൊടുക്കാൻ പറ്റുമോ സാറ്? അല്ല അത് പിന്നെ അവൻ വേണോന്ന് വിചാരിച്ച് ചെയ്തതല്ല സാറ്. അടിച്ച് പറ്റായപ്പോ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോയതായിരിക്കുമെന്നേ. അതിപ്പോ അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും തെറ്റാ. ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ അവസ്ഥ എന്താ സാറേ? നിന്റെ ഫ്രണ്ട് കാരണം നീ ആകെ പെട്ടുപോയ അവസ്ഥ അത് തന്നെ. തിങ്കളാഴ്ച നമുക്ക് കോർട്ടിൽ വെച്ച് കാണാം. കോടതിയില്ല? ഇവൻ ചെയ്ത് അത്രയും വലിയ തെറ്റായിരുന്ന? എന്റെ ഒടേ തമ്പുരാനെ. അങ്ങോട്ട് സാർ ഞാൻ പറയുന്ന കേക്ക് സാർ. എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടെന്നേ. ഞാൻ എത്ര വേണേലും തരാൻ തയ്യാറാ സാർ. നമുക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്താ പോരെ? എടാ ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ എന്താ വഴിന്ന് പറ. എന്ത് കോപ്പ കാണിക്കുന്നേ? ഇത്രയും ദിവസം ലോക്കലാന്ന് പറഞ്ഞിട്ട് എടാ ആരെങ്കിലൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കടാ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ള വഴി നോക്ക്. എടാ എനിക്ക് ഇപ്പോൾ കുറെ പരിപാടികളുള്ളതാ. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. പറയാം. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് നീ പുറത്തു പോകാനുള്ള വഴിയെ കുറിച്ചാണോ ഇപ്പോഴും ആലോചിച്ചിരിക്കുന്നത്? അപ്പൊ നമ്മൾ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല? പിന്നെ മനസ്സിലാവാതെ ബീർ അടിച്ചു മാറ്റാൻ അവർ നിന്നെ അറസ്റ്റ് ചെയ്തു. നിന്റെ കൂടെ തന്നെ എന്നെ അറസ്റ്റ് ചെയ്തു. എടാ ബീർ അടിച്ചു മാറ്റിയ ഫൈൻ അടപ്പിക്കണം. നിന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ വാൺ ചെയ്ത് പറഞ്ഞു വിടണം. അല്ലാതെ സെല്ല് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്താ കൊലപാതകം ചെയ്തോ? കറക്റ്റ്. എന്താ കറക്റ്റാന്ന്? എന്ത് കറക്റ്റാന്ന്? ഇപ്പഴാ കറക്റ്റ് കാര്യത്തിലേക്ക് നീ വന്ന. എന്ത് കറക്റ്റാ? നീ കാര്യം തെളിച്ചു പറ. നമ്മളെ അറസ്റ്റ് ചെയ്തേക്കുന്ന 3G സ്കാം മോഷണ കേസിൽ നല്ല മോനെ 4G സ്കാം മർഡർ കേസിലാ. എന്റെ ദൈവമേ, മർഡർ കേസോ? മർഡർ എന്ന് പറഞ്ഞ എവിടെ? ആരുടെ മർഡർ? എന്റെ ദൈവമേ, എന്റെ പൊന്നു സാറേ, ഞങ്ങൾ മർഡർ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഒന്നും അറിയാം. എടാ ആരെ കൊന്ന കാര്യം? ആരുടെ മർഡർ? നീ ആരെ കൊന്ന ഒന്ന് പറഞ്ഞാടാ. ഒന്ന് അടങ്ങി. ഞാൻ പറയുന്ന സമാധാനമായിട്ട് കേക്ക്. ഇപ്പോ ഒരു പോലീസുകാരൻ വിളിച്ചു. എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചു. ചെയ്തോന്ന് ചോദിച്ചാ ബിയറിന്റെ കാര്യം വിചാരിച്ച മർഡറാണെന്ന് എനിക്കറിയോ? നീ പറ, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് നീ തന്നെ മറുപടി പറയും. എന്റെ പൊന്ന് സാറേ, ഇവന്റെ മർഡർ എന്നൊക്കെ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല സാറേ. സത്യം പറയുന്നത് സാർ, എനിക്ക് മർഡറായിട്ട് ഒരു ബന്ധമില്ല. സത്യമാ സാറേ, എനിക്ക് ഇവനായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ വെറും ബാങ്കിലെ ജോലിക്കാരനാ. എനിക്ക് ഇവനെ അറിയത്തുകൂടിയില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇതായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല സാറേ. എന്റെ പൊന്ന് സാറേ, പറയുന്നതൊക്കെ വെറുതെ കളിക്കല്ലേ. അളിയ എന്റെ പൊന്നളിയ, എടാ എന്നെ പുറത്തിറക്കടാ. എനിക്ക് പോയിട്ട് വരെ കുറെ കാര്യങ്ങളുള്ളതാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ വരെ. നിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ട് ആരെങ്കിലും ഒന്ന് ഫോൺ വിളിക്കാം. നീ ലോക്കൽ എന്നല്ല പറഞ്ഞ, ഒന്ന് ഫോൺ വിളിച്ച് നോക്കണം പ്ലീസ്. ട്രംപിനെ വിളിക്കട്ടെ? ട്രംപിനെ? എടാ എന്തുവാടാ? എടാ നീ വെറുതെ കളിക്കല്ലേട്ടാ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജീവിച്ച് കൊതി തന്നിട്ടില്ല എനിക്ക്. പ്ലീസ് ഡാ. എടാ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എല്ലാം ശരിയാക്കാം സാറേ. ഒരു മർഡർ ചെയ്തു വന്ന എന്നെയും എനിക്ക് സപ്പോർട്ട് ചെയ്ത ഇവനെയും പോലീസുകാരെ പിടിച്ച് ജയിലിലിട്ടു. എടാ അളിയ എന്റെ പൊന്നളിയ, എടാ ബാങ്കിൽ ജോലി പോടാ. അവിടെയാണെങ്കിൽ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. എന്നെ ഒന്ന് ഇവിടുന്ന് ഇറക്കടാ. വിടാനാ? എങ്ങനെ വിടാനാ? വെറുതെ മനുഷ്യനെ കൊടുത്താനായിട്ട്. എടാ ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ജയിലിൽ കയറാൻ നമ്മൾ എത്ര പുണ്യം ചെയ്തിരിക്കണമെന്ന് അറിയോ? ഒരുപാട് പുണ്യം ചെയ്തിരിക്കണോടാ. പോടാ സാറ്. തീപ്പെട്ടി ഉണ്ടോ? ചുമ്മാ ഓക്കെ. വേറെ വഴിയില്ല അളിയ. വരുന്ന 2 ദിവസത്തിനുള്ളിൽ നമ്മൾ കോടതി കയറും. അതിനു മുമ്പ് നല്ലൊരു വക്കീലിനെ സെറ്റാക്കണം. ഞാനും അതേക്കുറിച്ചാണ് ആലോചിക്കുന്നത്. നാട്ടിൽ അതിന് മാത്രം നല്ല വക്കീലേതാ ഉള്ളേ? ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്നവരെ അറിയാം, ബിവറേജുകാരെ അറിയാം. എടാ എന്റെ പെണ്ണ് ലോയ പഠിക്കുന്നത്. അവളെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അവൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോൺ എടുക്ക്. എന്റെ ഉടനെ ഫോണ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഉടനെ. അയ്യോ സാറേ. അതെ എന്താടാ സാർ ഒന്ന് വന്നേ സാറേ, പറയട്ടെ. ഒന്ന് വാ സാറേ. സാറേ എന്നടാ കാര്യം? എന്താ പ്രശ്നമൊന്നുമില്ല അല്ല സാറ്, ഞങ്ങളുടെ ഫോൺ ഒന്ന് തരാൻ പറ്റുമോ? അതിന് ചെലവുണ്ടല്ലോ. ഒരു കോളിന് 500.
സാർ ഞങ്ങളുടെ ഫോണിൽ ഔട്ട് ഗോയിങ് ഫ്രീയാ സാർ. നിന്റെ സെല്ലിന് ഓഫർ ഉണ്ടാവും, പക്ഷെ ഈ സെല്ലിനകത്ത് നിൽക്കുമ്പോ ഓഫർ ഇല്ല. സാർ പ്ലീസ് സാർ. ഓഫർ വേണോ വേണ്ടയോ? സാറേ എനിക്ക് ക്യാഷ് വേണമെങ്കിൽ ATM പോയി എടുക്കണോന്നേ. നീ ഒന്നും മിണ്ടായിരുന്നു പ്രാന്തേറ്റൻ. സാറേ ക്യാഷ് ഒക്കെ ATM ഞാൻ പിന്നെ എടുത്തു തരാം. ആഹാ, പേടിഎം കരോ. കൊടുത്തേക്കാടാ, നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ഇങ്ങത്താ സാറേ, ഞാൻ ഇപ്പൊ തന്നെ ഇട്ട് തരാം പ്ലീസ്. ആ വേഗം താങ്ക് യു സാറേ. സാറേ അടങ്ങടാ, ആദ്യം പൈസ വരട്ടെ. ആ ഇപ്പൊ വന്നു കേട്ടോ. സാറേ ഇനി പറ, നിനക്ക് എന്താ വേണ്ടേ? ഒരു നല്ല വക്കീലിനെ വേണം സാറേ, കൊണ്ടുവരുമോ? ഞങ്ങളെ പുറത്തിറക്കാൻ വക്കീൽ വേണ്ടേ? വക്കീലല്ലേ, നമുക്ക് നാളെ നോക്കാം. സാറേ 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 ഒരു മിനിറ്റ്. എന്തടാ? ഒരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. പറ. സാറേ ഇവിടെ നിന്ന് ആരെങ്കിലും ഒന്ന് അയച്ചിട്ടേ 10 രൂപയുടെ പാരച്യൂട്ടിന് വെളിച്ചെണ്ണ ഇട്ടില്ലേ, ഉവ്വ. അതൊന്ന് വാങ്ങി തരുമോ? പാരച്യൂട്ടിന്റെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് മുടി കൊഴിഞ്ഞു പോകാം സാറേ. നോക്കി എവിടെ നോക്കട്ടെ. പാരച്യൂട്ട് അല്ലേ? സാർ, ഇവിടുത്തെ സാർ, പോലീസുകാരൊക്കെ നിനക്ക് സാർ, പാരച്യൂട്ട് വാങ്ങാൻ നിൽക്കുന്നവരാണോ? ആണടാ, പാരച്യൂട്ട് ഞാൻ വാങ്ങുന്നുണ്ട്. ഇതുമ്പോ ശരിക്കും അങ്ങ് തേച്ചിട്ടേ നിന്റെ മുടി ഞാൻ ശരിയാക്കി തരാം. ഓട മരമാക്രി. എന്താടാ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? മനുഷ്യനെ മര്യാദയ്ക്ക് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഓ എപ്പോ നോക്കിയാലും ഈ ഉറക്കം തന്നെയല്ലേ. സമയം ഈ സമയത്ത് കിടന്ന് ഉറങ്ങാണോ നീ? കൊട്ടേഷൻ നല്ലതാണ്, ഫേസ്ബുക്കിൽ ഇട്ടോ, ഞാൻ ലൈക്ക് ചെയ്തേക്കാം. ഫേസ്ബുക്ക് ഒക്കെ പിന്നെ നോക്കാം. ഇപ്പൊ എന്റെ ഫേസ് പേപ്പറിൽ വരുന്ന അവസ്ഥയായിരിക്കാം. എന്താ പേപ്പറിലോ? അല്ല നീ ഇപ്പൊ എവിടെയാ? ഞാനാ പോലീസ് സ്റ്റേഷനില്. പോലീസ് സ്റ്റേഷനിലോ? അവിടെ എന്താ പരിപാടി? അത് പിന്നെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ മർഡർ കേസിൽ എന്താ മർഡർ കേസോ? എടി അത് പറയാനല്ല ഞാനിപ്പോ വിളിച്ചത്. മർഡർ കേസിലൊക്കെ നീ എങ്ങനെ പെട്ടു? നിനക്കെന്താ ബോധമില്ലേ? ബോധമില്ലാത്തോണ്ടല്ലേ ഈ കേസിൽ പെട്ടുപോയെ. അതിന് മാത്രം കുടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അയ്യോ എന്റെ ദൈവമേ, നീ ഇങ്ങനെ ക്രോസ് എക്സാമിൻ ചെയ്ത് വെറുപ്പിക്കല്ല. ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോയോ? ഓക്കെ ഡോണ്ട് വറി, ഞാൻ പെട്ടെന്ന് വന്നേക്കാം. നീ ഏത് പോലീസ് സ്റ്റേഷനിലാ ഉള്ളത്? ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിന്റെ വാട്സാപ്പിൽ ഇട്ടേക്കാം. നീ എത്ര പെട്ടെന്ന് ബെയിലിന് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ പുറത്തിറക്കാൻ നോക്കാം. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്താ? ഞാൻ LLB സ്റ്റുഡന്റ് മാത്രം. കോഴ്സ് കഴിയാതെ ബെയിലിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിന്റെ കോഴ്സ് കഴിയുന്ന ഒരുപാട് കിടക്കാനൊന്നും പറ്റില്ല. എടാ മണ്ട, എന്റെ അങ്കിൾ ഒരു ഫേമസ് ലോയറാ. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. ആള് വന്ന് നിന്റെ ബെയിലിന് അപ്ലൈ ചെയ്തോളും. ഓ സൂപ്പർ. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോര്. ഞാൻ വരാം, നീ ടെൻഷൻ അടിക്കണ്ട, സമാധാനിക്ക്. അവിടുത്തെ രേഖയൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഇവിടുത്തെ വര അത് പോക്കാം. ശരിയല്ലേ? പ്രേമിച്ച പ്രശ്നം ഉണ്ടാവണമെന്ന് നിർബന്ധ. ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ല. അല്ല ഇതിന് മാത്രം ടെൻഷൻ അടിക്കാൻ ഇപ്പൊ എന്താ സംഭവിച്ചേ? അച്ഛൻ ഓരോ ദിവസവും എന്നെ ഓരോ പയ്യന്മാരെ കാണിച്ചോണ്ടിരിക്കുക. പക്ഷെ നിന്റെ ഫോട്ടോ ഇപ്പൊ കാണിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ശരി, എന്നാ പിന്നെ നിന്റെ അച്ഛൻ്റെ അടുത്ത് നമ്മുടെ കാര്യം സംസാരിച്ചാ പോരെ? അയ്യോ, എനിക്കാ റിസ്ക് എടുക്കാൻ വയ്യ. നിനക്ക് എന്റെ ഡാഡിനെ കുറിച്ച് അറിയാത്തോണ്ടാ. ഏത് സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അല്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ കാര്യമൊക്കെ നീ മറന്നുപോയോ? രാകേഷ് രേവതി തമ്മിൽ എത്ര ഇഷ്ടമായിരുന്നു. വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ എന്തായി? അവിടെ ആകെ പ്രശ്നമായി വേറെ ഒരുത്തനോടെ കെട്ടിച്ചു വിട്ടു. നമ്മുടെ ബാലു സ്വപ്ന പേരൻസ് സമ്മതിക്കാത്തോണ്ട് വീട്ടിൽ നിന്നിറങ്ങി എവിടെ പോയി സൂസൈഡ് ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കാര്യത്തിൽ സംഭവിക്കരുത്. ഏയ് കീർത്തി, എന്താടി ഇത് കൊച്ചു പിള്ളേരെ പോലെ? കീർത്തി, നമ്മൾ ഒരിക്കലും പിരിയാൻ പോകുന്നില്ല. പ്രോമിസ്. നമ്മൾ തമ്മിൽ പിരിയാതിരിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? അതിനൊരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ഒന്നിക്കണം. നിനക്ക് താല്പര്യമില്ലെങ്കിൽ അക്കാര്യം വിട്ടേക്ക്. സാർ എന്താ? വക്കീലിനെ കുറിച്ച് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് എന്തായി സാർ? ഈ കേസിൽ കുറ്റവാളികൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലിനും താല്പര്യമില്ല. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ കാര്യം പോക്കാം മക്കളെ. ലോക്കലായിരുന്നിട്ട് എന്ത് കാര്യം? ഒരൊറ്റ ലോക്കൽ പോലും സഹായിക്കുന്നില്ലല്ലോ. നന്ദിയില്ലാത്തവന്മാര്. ഇത്തരം പ്രശ്നങ്ങൾക്കിടെ വെറുതെ ഇതിൽ പോയി ചാടി എന്തിനാ? അല്ല, നീ എന്തിനാ ഇവിടെ വന്നത്? നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഓഫീസിന്റെ കാര്യത്തിന് വന്നതാണെന്ന്. അതാ ചോദിച്ച ഓഫീസ് കാര്യം എന്താന്ന്?
കാട്രാ സിംഗ് എന്നൊരു ക്ലയന്റ് ഹോട്ടൽ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡീറ്റെയിൽസ് ആണ് ഈ ഹെഡ് ഓഫീസിലേക്ക് പോയത്. അത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നത്. എന്നിട്ട് അവരെ നീ കണ്ടോ? കാണാൻ പറ്റിയില്ല. ഇനി കാണാനും പറ്റത്തില്ല. എന്താ, നാട്ടിലില്ലേ? ജീവനോടെ ഇല്ല. വാട്ട്? അവൻ ചത്തന്റെ പേരിൽ നമ്മളിപ്പോ ജയിലിൽ കിടക്കുന്നേ. അപ്പൊ നമ്മൾ പോയ ദാവ കാട്രാ സിംഗിന്റെ ആയിരുന്നു. ഓ ഷിറ്റ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിന്നെ ആദ്യം ഈ കോർട്ട് ഫോർമാലിറ്റീസ് ഒക്കെ ഫിനിഷ് ചെയ്ത് ഈ മർഡർ കേസായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലെന്ന് പെറ്റീഷൻ ഫയൽ ചെയ്യണം. പക്ഷെ ലോയർ, ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട. നിന്റെ അങ്കിൾ ഓക്കെ ആണോ? ഒരു തവണ നീ എന്റെ അങ്കിളിനെ കണ്ടു കഴിഞ്ഞാൽ ലൈഫിൽ പിന്നെ നീ മറക്കില്ല. ഇപ്പൊ നിന്റെ അങ്കിൾ എവിടെയാ?